അതെ ജെയിംസേ. ഓ ആ മറ്റേ ഹെഡ് നേഴ്സ് റസീന പോയോ? അവർ ഇന്ന് ലീവാണല്ലോ സാറേ. ലീവാണോ? ആ ഫാർമസിയിൽ ബിൻസി പോയോ? അവരും ഇന്ന് ലീവാണല്ലോ സാറേ. അവൻ ലീവാ. എക്സ്റേ ദീപ പോയി കാണുകയല്ലോ അല്ലേ? ഇല്ല പുള്ളിക്കാരി ലീവാ. അറ്റ്ലീസ്റ്റ് നമ്മുടെ തൂപ്പുകാരി സാറാമ്മ പോവില്ലല്ലോ. അവരും ലീവാണല്ലോ. എന്നാ പിന്നെ ഞാനും പോവാ. വെറുതെ എന്തിനാ ഒരു കളറില്ലാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഇവിടെ ഇരിക്കണേ. ആ ഏതോ ഒരു വലിയ കയറി വരുന്നുണ്ട് കേട്ടോ. നമസ്കാരം. ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി വന്ന. കണ്ടില്ലേ പോക്കോ? അതല്ല, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് കേട്ടറ് ഒരുപാടുണ്ട് ഡോക്ടറെ പറ്റി നാട്ടില്. കേട്ടറിഞ്ഞ പോലെയല്ല, ഡോക്ടർ ജ്ഞാനേന്ദ്രൻ എന്ന സത്യം കേട്ടോ. അതല്ല, ഡോക്ടറെ പറ്റി നല്ല ഇതാണ്, മതിപ്പാണ് ആൾക്കാർക്ക്. എന്നാ ഞാനേ മാസം തികയാതെ പ്രസവിച്ചു. അതിന്റെ അമ്മച്ചി വേറെ തിരക്കിലായിരുന്നു. അതല്ല, തികയാത്ത മാസം ഉണ്ടല്ലോ. അത് ഫെബ്രുവരി. അപ്പം അതല്ലേ തികയാത്ത ദിവസം, തികയാത്ത 28 ദിവസമല്ലേ ഉള്ളൂ. അയ്യോ അതല്ല, ഉച്ച ഉറക്കാതെ വരത്തില്ലേ? 7ാം മാസത്തിൽ പ്രസവിച്ചു. അതേപോലത്തെ ഇതാണ് എന്റെ പ്രശ്നം. അപ്പൊ എനിക്ക് മറ്റന്നാൾ ഒരു ഇന്റർവ്യൂ, റബ്ബർ ഫാക്ടറിയാ. അപ്പൊ ഒരു 20 മിനിറ്റ് ഇന്റർവ്യൂവിന് വിറക്കാതെ നിൽക്കണം. അതിന് എന്തെങ്കിലും ഒരു ഗുളിക. അപ്പൊ ഈ ഇന്റർവ്യൂ നടക്കണ വരയ്ക്കാതെ നിൽക്കണം റബ്ബർ ഫാക്ടറിയിലാണ്. അപ്പൊ ജോലി കിട്ടിയില്ലേ വലിച്ചോണ്ടിരിക്കുള്ളൂ. അപ്പൊ അതിനാണ് വന്നല്ലേ. പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും ഇതുണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങളുടെ ഈ അച്ഛൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ, മുത്തശ്ശ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അതാണ് എനിക്ക് അത്ഭുതം. നമ്മളൊക്കെയാണ് ഈ ഫാസ്റ്റ് ഫുഡ്. അവർക്കൊന്നും ഫാസ്റ്റ് ഫുഡിന്റെ പ്രശ്നമില്ല. അവിടെ എല്ലാം കൃഷി ചെയ്തെടുക്കുവാണല്ലോ. കപ്പ, കാച്ചിൽ അങ്ങനെയൊക്കെ ഉള്ളതല്ലോ. കഞ്ഞി പപ്പടം ഒക്കെ ആണല്ലോ അവര് കഴിച്ചത്. പപ്പടത്തിന്റെ കൃഷി കണ്ടോ? ഒരു വിത്ത് കിട്ടാനോ ഉണ്ടോന്ന് അറിയണം. അപ്പഴൊക്കെ അത് ഞാൻ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഭയങ്കര കോമഡിയാ. ആണോ? ഞാനൊരു കോമഡി പറഞ്ഞു. വേണ്ട നിങ്ങൾ കോമഡി അത് കാഞ്ചിയാ സെക്കൻഡേ. പൊന്നെ മുത്തേ പറ. എന്നടാ ചക്കരേ, അതാ ഫ്രിഡ്ജിന്റെ അടിയിലിരിപ്പുണ്ട് കേട്ടോ. അതെടുത്ത് കഴിച്ചോ, പൊന്നു കഴിച്ചോ, മുത്ത് കഴിച്ചോ കേട്ടോ. പോകട്ടെ ചക്കര കുമാര പൊന്നെ. ഡോക്ടറിന് എത്ര വയസ്സുണ്ട്? എനിക്ക് 72 വയസ്സുണ്ട്. ആരാ വിളിച്ചത്? വൈഫാ വിളിച്ചേ. ഈ 72 വയസ്സിൽ എങ്ങനെയാണ് ഭാര്യ മുത്തേ ചക്കര എന്നൊക്കെ വിളിക്കാൻ തോന്നുന്നു? അത്രയ്ക്ക് സ്നേഹമാണോ? സ്നേഹമായിക്കൊണ്ടല്ല, 5-6 മാസമായിട്ട് ഞാൻ പെണ്ണുമ്പിള്ളയുടെ പേര് മറന്നുപോയി. പെണ്ണുമ്പിള്ളയല്ലേ ചോദിക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ ചക്കര പൊന്നെ മുത്തെന്നൊക്കെ വിളിച്ചാൽ കച്ചിട്ട് ചെയ്ത് പോടാ. അങ്ങനെയൊക്കെ വിടുവാ? അങ്ങനെയൊക്കെ പോടാത്. എന്റെ പോലെ